നാമത്തെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യഭരണമേ, അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലാകണമേ. എല്ലാ നാമത്തെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അങ്ങയുടെ രാജ്യഭരണമേ, ശിഷ്യന്മാർക്ക് സഹായിക്കുന്നു. കുഞ്ഞാടിനെ വിലയിരുത്തേണ്ടിയിരുന്ന കൊടുക്കില്ലാത്ത അപ്പത്തിന്റെ ദിവസം അനുസരിച്ചു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചോട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് സഹഭക്ഷിക്കേണ്ടതിനെ കുറിച്ച് ചെയ്യുക. അവൻ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ദൈവത്തിനോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഞാൻ സഹഭക്ഷിക്കുന്നതിനുള്ള വിരുദ്ധശാല എവിടെയാണ്? സജീവിതമായവരെ മാണിതിലൂടെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അവിടെ എടുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു. ശേഷം 14-ാം അധ്യായം. എസ്കാബലെ വിപരീത പൊടുപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുവിൻ. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുദ്ധശാല എവിടെയാണ്? സജീവിതമായ ഒരു വലിയ മാർഗ്ഗം കൂടി അവൻ കാണിച്ചു തരും. അവിടെ നമുക്ക്